അതിനാണ് ഈ അരി ചോദിച്ചത്, അല്ലാതെ അരി വേവിക്കാനൊന്നുമല്ല. അതിന്റെ കറക്റ്റ് ഇതാണ്. അവിടെ വേവത്തില്ലെങ്കിൽ ഇവിടെ വേവൂല. ഇവിടെ 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 ഒന്നും നടന്നിട്ടില്ല. അകത്ത് ചെന്നിട്ട് അവിടെ ഒരുപാട് പ്രോസസ് ഉണ്ട്. അതെല്ലാം കൂടെ കഴിഞ്ഞ് പേസ്റ്റ് ആയിട്ട് അവിടുന്ന് വേണം താഴോട്ട് പോകാൻ. അത് ചെല്ലുന്നതിന് കൂടെ അടുത്ത് കൊണ്ടിടുക. അപ്പൊ അതും വേവത്തില്ല, ഇതും വേവത്തില്ല. അവിടെ ഒരു കൺഫ്യൂഷൻ. അവിടെ അവസാനം ചെല്ലു മിക്കവാറും എല്ലാം അങ്ങനെ രാവിലെ പോകുന്നവന് വേഗം വേണം കക്കൂത്തി പോകത്തില്ല. നേരാൻ വേണം കക്കൂത്തി പോയാൽ നേരാൻ വേണം ആഹാരം കഴിക്കണം. നേരാൻ വേണം ആഹാരം കഴിച്ചാലേ നേരാൻ വേണം കക്കൂത്തി പോകത്തുള്ളൂ. കണ്ടോ, സിമ്പിൾ അല്ലേ? അപ്പൊ വിരുദ്ധാഹാരം കഴിക്കും, നമ്മൾ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ ഒന്നും ഒരു കണക്കൂല. ദാഹിക്കുമ്പോഴൊക്കെ കുടിക്കുക, അത്രേ ഉള്ളൂ. ഒരു കണക്കൂല. ആരും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ട വെള്ളം ഇപ്പൊ സാറ് കുടിക്കുന്ന വെള്ളം ഞാൻ കുടിച്ച് ഈ കൊച്ചു കുടിച്ചാൽ ശരിയാവും. ഈ കൊച്ചു 4 ഗ്ലാസ് ദിവസം 4 കുപ്പി വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞു. സാറ് കുടിക്കുന്നത് ഒരു 4 കുപ്പി കുടിക്കുന്നു. ഒരു നല്ല തടിയുള്ള ഒരാള്, നല്ല രസമൊക്കെ ഉള്ള ആള്, അയാൾ അത്ര 4 കുപ്പി കുടിച്ചാൽ അത് നല്ല കാര്യമാണ്. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും വരുന്ന വെള്ളം കുടിക്കുന്നില്ലേ? ഞാൻ പറയുന്നത് കുടിക്കാനോ പറയണം. എന്തെന്നറിയാം, എന്താ കാര്യം അറിയാം? അപ്പൊ കൂടുതൽ ദഹിക്കത്തില്ല. മനസ്സിലായോ? അപ്പൊ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവര് ആഹാരത്തിലൂടെ ശരിക്കും വെള്ളം കുടിച്ചോളൂ. അപ്പൊ കൂടുതൽ ദഹിക്കില്ല. ഒന്നാമത്തെ കാര്യം നമ്മളെ ജോലി ചെയ്യുന്നത് ശരീരം വേലെടുക്കാനാണ്. നമ്മൾ വേലെടുക്കുന്നില്ല. അപ്പൊ തിന്നാനായിട്ട് നമ്മൾ ജീവിച്ചിരിക്കുക. അപ്പൊ അതിന്റെ ഒരു കുഴപ്പം നമുക്കുണ്ട്. അധ്വാനിച്ച് വേല ചെയ്ത് കഴിയാനാണ്. കഞ്ഞി ഒരു കുഴപ്പമില്ല. ചെറുപേരും കഞ്ഞി കുടിക്കുന്നേ ഒരു കുഴപ്പമില്ലെന്നേ. തേങ്ങ തിരുമിയിട്ട് ചെറുപേരും കഞ്ഞിയും കുടിക്കുന്നേ. എന്താ കുഴപ്പം തന്നെ? ഇഷ്ടം പോലെ കഴിച്ചു, ഒന്നും സംഭവിക്കില്ല. അതിനുള്ള ജോലിയെ നമ്മൾ ചെയ്യുന്നുള്ളൂ. പിന്നെ അത് ഷുഗറൊക്കെ ഉള്ള ആൾക്കാരൊന്ന് നോക്കിക്കേ, കഞ്ഞിയും വേറെ ഒന്ന് കുടിച്ച് കുറച്ചാളൊന്ന് ജീവിച്ചു നോക്കട്ടെ. ഒരെണ്ണം കഴിക്കാതെ വാഴക്ക തോരനും വാഴക്കര കൂമ്പും വാഴ പിണ്ടിയും ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. എന്താ കുഴപ്പം വരുന്നത്? ഇപ്പൊ അവർക്ക് ചക്കയും തിന്നാം. ഇവിടെ ചക്കയെന്ന് ഇവിടെ ആൾക്കാരെങ്ങനെ വരുമോ? പിന്നെ ഷുഗർ ഭയങ്കരമാണ്. ചായയിട്ട് വെള്ളം മധുരമായിട്ട് ചായ കുടിക്കത്തില്ല. പോയി റമ്മും വിസ്കിയും ബ്രാൻഡി അടിക്കും. എന്താ പറയാനായിരിക്കും? അതിന്റെ കോൺസെൻട്രേറ്റഡ് രൂപമാണ് റമ്മ്, വിസ്കി. പിന്നെ അരിഷ്ടമൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അരിഷ്ടം കൂടുതലും കുടിക്കുന്നപ്പോ ലഹരിക്കാൻ. ഇപ്പൊ അരിഷ്ടം കഴിക്കുന്ന എല്ലാം തലക്ക് പിടിക്കാൻ, അല്ല വേറെ കാര്യമൊന്നും. വിരുദ്ധാഹാരം. അടുത്തത് വേപ്പെണ്ണ. ഇനി ചികിത്സ പറയാണ്. വിരുദ്ധാഹാരം ഒഴിവാക്കി 2 പറയാണ്. വേപ്പെണ്ണ, മരോട്ടി എണ്ണ, കടുകെണ്ണയോ നല്ലെണ്ണ ആയാലും മതി. ഇത് ഏതെങ്കിലും ഒന്ന് മതി. കടുകെണ്ണയോ നല്ലെണ്ണയോ ഓരോ ലിറ്റർ എടുത്താൽ, ഓരോ കിലോയോ ഓരോ ലിറ്ററോ എടുത്താൽ 1.5 കിലോ കാഞ്ഞിരത്തിന്റെ തൊലി, അതിന്റെ പകുതി കൊട്ടൻ ചുക്കാരിയുടെ പൊടി മരുന്ന്, 1.5 കിലോയുടെ പകുതി, 3/4 കിലോ കൊട്ടൻ ചുക്കാരിയുടെ പൊടി മരുന്ന്. ഒരു യോഗം പറഞ്ഞേക്കാം. നിങ്ങൾക്ക് ഇതനുസരിച്ച് എത്ര വേണം ഉണ്ടാക്കാം. അതിനൊരു അളവ് പറഞ്ഞതേ ഉള്ളൂ. കൊട്ടൻ ചുക്കാരിയുടെ പൊടി മരുന്ന് ഇത് വെച്ച് എണ്ണ കാച്ചുക. ഈ 3 എല്ലാം കൂടെ യോജിപ്പിച്ച് എണ്ണ കാച്ചുക. എണ്ണ കാച്ചിട്ട് മൊത്തം ബോഡിയിൽ 1 മണിക്കൂർ മസാജ് ചെയ്യും. ഇത് നമ്മുടെ പഴയ സീഡിക്കകത്തില്ല അല്ലേ? ഇല്ല. ഉണ്ടോ സാറേ? ഇത് ഇല്ല. ഇതിനകത്തില്ല. 1 മണിക്കൂർ മസാജ് ചെയ്തിട്ട് പരുത്തിപ്പിണ്ണാക്ക്, ദേവതാരം, ചിറ്റരത്ത, അത് അങ്ങനെ ഇങ്ങനെ കിട്ടും. ഈ പറയുന്ന എല്ലാം കിട്ടുന്ന സാധനങ്ങളാണ്, ഒന്നും കിട്ടാത്ത സാധനം. ചിറ്റരത്ത, മുതിര, പഴമുതിര എന്നാ പറയുന്നത്, പക്ഷേ മുതിര എന്നല്ലേ, മുതിര.
ഇല്ല വെളുത്തുള്ളി, കടുക്, മുരിങ്ങത്തൊലി, തൊലി, ഈ പരുത്തിപ്പിണ്ണാക്ക് 100 ഗ്രാം എടുത്താൽ, അല്ല 150 ഗ്രാം എടുത്താൽ, ബാക്കി എല്ലാം കൂടെ 150 ഗ്രാം മതി. ഇത് 2 കിഴി ഉണ്ടാക്കണം. അത് കൈക്ക് ഒതുങ്ങുന്ന പിടിക്കാവുന്ന പറ്റുന്ന കിഴിയായിരിക്കണം. ഇങ്ങനെ ഈ കയ്യിൽ കൊള്ളുന്ന 2 കിഴി ഉണ്ടാക്കണം. അത് ഈരേഴം തോർത്ത് മുറിച്ചും കൊണ്ട് അതിനകത്ത് വെച്ച് കെട്ടുക, കിഴിയാക്കുക. ആക്കിയിട്ട് ഇഡ്ഡലി പാത്രത്തിന് നടുക്കലത്തെ തട്ടയിലോട്ട് ഇത് വെക്കണം. അടിയിൽ വെള്ളം ഒഴിക്കണം. 1 മണിക്കൂർ തിരുമ്മി കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രയോഗമാണ് ഈ പറയാൻ. കിഴിയാക്കി 2 കിഴി കെട്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിന്റെ നടുക്കലത്തെ തട്ടയിലോട്ട് വെക്കണം. ആവിയിൽ അങ്ങോട്ട് ഇഡ്ഡലി പുഴുകുന്ന പോലെ പുഴുകണം. ശരിക്ക് വേവണം. വേവുമ്പോൾ നേരെ എടുത്ത് ഇവിടെ ഇങ്ങനെ തുടങ്ങണം. ഇവിടെ നീ 2 സൈഡിൽ അടിക്കുന്നത് ശരിക്ക്. എന്നിട്ട് ഇത് കുത്തുമ്പോൾ ആദ്യം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കയ്യിൽ തുണി വെച്ച് പിടിച്ചോണം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കുത്തി കൊടുക്കണം. ഇങ്ങനെ പുറകിൽ എണ്ണ കഴിഞ്ഞു. എണ്ണ പരിപാടിയേ കഴിഞ്ഞു. ഇനി എണ്ണയില്ല. ഇത് എണ്ണയില്ല. ഇനി ഇത് രണ്ടാമത് അല്ല, ഇത് ഇതിന്റെ അടുത്ത സ്റ്റേജാണ്. ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോ പതുക്കെ പതുക്കെ ചൂട് കുറയുന്നതനുസരിച്ച് വലിക്കണം. എത്ര നിങ്ങൾക്ക് ബലമുണ്ടോ, ഭാര്യയാണേ ഭർത്താവ്, ഭർത്താവാണേ ഭാര്യ, ഇങ്ങനെ അങ്ങോട്ട് ഞെക്കി അങ്ങോട്ട് വലിച്ചെടുക്കണം. വലിച്ചെടുത്ത് 1 മണിക്കൂർ ശരീരം മൊത്തം ആസകലം മൊത്തം ബ്ലഡിന്റെ സർക്കുലേഷൻ നേടിയ 1 മണിക്കൂർ ചെയ്യണം. ഒരു 3 ദിവസത്തേക്കൊന്ന് ഇളവും. ചിലർക്ക് വലിയ കുഴപ്പമുള്ളവരാണെങ്കിൽ 3 ദിവസത്തേക്ക് ഇളവും. ബ്രസ്റ്റിനുമല്ല, ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ളത് ബ്രസ്റ്റിനാണ്. ഇത് 2 പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകൾക്ക് ഈ മടിഭാഗത്തും ഈ ബ്രസ്റ്റിനും ഈ പ്രശ്നം കൂടുതലാണ് ഇപ്പോഴത്തുള്ള മിക്കവാറും എല്ലാ സ്ത്രീകൾക്കും. അപ്പോ അവിടെ നിങ്ങൾ ശരിക്കും മസാജ് ചെയ്യണം. ഈ കിഴിയും പിടിക്കണം. ഈ കിഴി നല്ലോണം പിടിച്ചുകൊണ്ട് നല്ലോണം ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ ഇവിടെ വയറിന് മാത്രം ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ചെയ്തു. ഇവിടെ എല്ലാം പിന്നെ കുഴപ്പമില്ല. ഈ കയ്യിലുണ്ടല്ലോ, ഒരു കാര്യം കൂടെ പറയാം. ആരും മസാജ് ചെയ്യാൻ അറിയുന്നവരെ പിടിച്ച് മസാജ് ചെയ്യിപ്പിക്കരുത്. അതാണ് ഇമ്പോർട്ടന്റ്. സ്വന്തം ഭാര്യ ഭർത്താവും കൂടെ ചെയ്യുന്ന വഴിയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇത് മസാജ് സെന്ററുകാരനെക്കുള്ള കുഴപ്പമില്ലയോ. അവനെ ഏതോ ആരോ ശരീരത്തെ അവനെ പഠിപ്പിച്ച് അവിടെ ഇവിടെയൊക്കെ 2 മർമ്മങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ അവിടെയൊക്കെ വരുമ്പോൾ ഞെക്കും. അത് വേണം. നമുക്കവിടെ നിങ്ങളിങ്ങനെ തിരുമ്പൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. നമ്മളിങ്ങനെ തിരുമിയാൽ ഇവിടുന്ന് വന്നാൽ ഇവിടെ തന്നെ വന്നിരിക്കും. ഇങ്ങനെ ആരും തിരുമാറില്ല. ഉണ്ടോ? അങ്ങനെ തന്നെയാണ് അതിന്റെ പോക്കും പോയിരിക്കുന്നത്. ഉണ്ടോ? ഇങ്ങനെ എന്നെ വരത്തോളൂ. നിങ്ങൾ അങ്ങനെ തിരുമിയാൽ ഞങ്ങൾ പറഞ്ഞാന്നറിയോ, ഈ നിങ്ങളുടെ കൊച്ചിനെ പ്രസവിച്ച് ആരാദ്യം കുളിപ്പിച്ചത്? ആരാദ്യം കുളിപ്പിച്ചു? അമ്മയല്ലായിരുന്നു. എത്ര ദിവസം കുളിപ്പിച്ചു? ഒരു 10 ദിവസം, അല്ലെങ്കിൽ ഒരു 15, അല്ലെങ്കിൽ 28 വരെ കുളിപ്പിച്ചത് ഇല്ലേ? അതിനപ്പുറം കുളിപ്പിക്കുന്നില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ആരാ കുളിപ്പിച്ചത്? കൊച്ചിന്റെ അമ്മനല്ലേ? എവിടെ പോയി പിടിച്ചത്? ഇത് നൈസർഗികമാണ്. എല്ലാവർക്കും അവരവരെ കൊച്ചുങ്ങളെ കുളിപ്പിക്കാൻ അറിയാം. ആ കൊച്ചു കിടന്ന് തേച്ചോണ്ടിരിക്കുമ്പോ കൈയും കാലും ഇവിടെ അനിക്ക് ചിരിക്കുവാണെങ്കിൽ നല്ലോണം അമുക്കും. കൊച്ചു കരയാണെങ്കിൽ നമുക്ക് ഉറക്കും. ഇത്രയേ ഉള്ളൂ. അതേപോലെ നിങ്ങൾ നല്ലോണം അങ്ങോട്ട് അമുക്കുക. അവർക്ക് വേദന എടുക്കുന്നവർ പറയും. മനസ്സിലായോ? ഇത്രയുള്ള എന്റെ സൈനികതാണ്. അല്ല വേറെ ഒരു മനുഷ്യനെ വിളിച്ചോണ്ട് വരരുത്. പ്രൊഫഷണൽ മസാജുകാരെ ഒരു കാരണവശാലും നമ്മുടെ ശരീരത്തിൽ കയറ്റരുത്. എന്നിട്ട് എല്ലാവരും കോളത്തിൽ അനുഭവിക്കുന്നുണ്ട്. ആയിക്കോട്ടെ വന്ന് കയറി പോകുന്നത് നല്ലോണം നടന്ന തിരിച്ചിറങ്ങി പോകുന്ന പുള്ളിക്കാരൻ നോക്കിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? പഠിച്ചവൻ ചെയ്തതാണ്. പോട്ടെ. അപ്പോ തിരുമിയാ
അല്ല, രണ്ടെണ്ണല്ലേ എടുത്തിരിക്കുന്നേ, ഒരെണ്ണം അകത്ത് കിടക്കും. അപ്പൊ നമ്മള് ഇവിടാണ് തിരുമ്മിക്കൊണ്ട് ഇവിടെ നമ്മളെ കട്ടില് മതി, കട്ടില് കയറ്റി കെട്ടിൽ വേണ്ട, പല കട്ടില് അതിനെ പറഞ്ഞത് ഒരു പ്ലാസ്റ്റിക് ഇട്ടാൽ മതി. എന്നിട്ട് ഇവിടെ ഇരിക്കണം പിന്നെ സ്റ്റവും പാത്രവും. ഇവിടുന്ന് പൊക്കുന്നു നേരെ എടുത്തിട്ട് വെച്ചോണം, അല്ലാതെ അവിടെ പോയി എടുത്തൊന്നും വരരുത്. അപ്പൊ അവിടുത്തെ ചൂട് പോവും. എന്താ നിങ്ങൾ വെച്ച് നോക്കും, വെച്ച് നോക്കണ്ടേ? ഒരു സൈപ്പല്ല, നിങ്ങൾ അവിടെ ഇരിക്കും, സുഖമായിട്ട് കിടന്ന് ഉറങ്ങും ഈ കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. ഇവിടെ നേരെ എടുക്കുന്നത് മനസ്സിലായോ? നേരെ എടുത്ത് ഇവിടെ ഇങ്ങോട്ട് വെക്കുമ്പോ ഈ ചെയ്യുന്നവനാ വേദന എടുക്കുന്നത്, അവന്റെ കയ്യാ കൊള്ളുന്നത്. ഇവിടെ ഇരിക്കുന്ന എവിടെ ഇരിക്കും, ഇങ്ങനല്ലേ ചെയ്യുന്നേ, ഇങ്ങനെ കൊത്തും. ചൂട് കുറയുമ്പോഴല്ലേ അമുക്കുന്നത്, മനസ്സിലായ? ഈ കൈ പിടിക്കുന്നവരുടെ കൈയുണ്ടല്ലോ, അത് നല്ല ചൂടിലല്ലേ ഇരിക്കുന്നേ, അതിനാണ് തുണിയൊക്കെ വെച്ചാൽ എടുക്കുന്നതും ചെയ്യുന്നത്. ഇതിനകത്ത് പ്രശ്നം വെച്ചിട്ട് ഉള്ളത് ചെയ്യുന്നവർക്കാ, കിടക്കുന്നവർക്കല്ല. എന്നിട്ട് ഇങ്ങനെ എനിക്ക് കൊടുക്കുക, ഇവിടെയും ചെയ്യാം. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത്രയും കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല. 3 ദിവസം കഴിഞ്ഞ് അവർക്ക് ആശ്വാസം കിട്ടുന്ന ഉണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട, ഇത് തന്നെ കുറച്ച് ദിവസം അങ്ങോട്ട് പോകാൻ തീരുന്ന വരെ പോവാം. ഇല്ലെങ്കിൽ മുരിങ്ങത്തൊലി 100 ഗ്രാം, പച്ചരി 200 ഗ്രാം, വെളുത്തുള്ളി 100 ഗ്രാം, കടുക് 100 ഗ്രാം. നല്ലോണം മിക്സിയിലിട്ട് അരച്ച് ഈ നേരത്തെ പറഞ്ഞ എണ്ണ ഉണ്ടല്ലോ കയ്യിലിരിക്കുന്നു, കാച്ചി വെച്ച എണ്ണ, അത് ഇപ്പൊ ഇവിടെ ആണെന്ന് വെച്ചോ നെട്ടല് വേന, ഇവിടെ ഒന്ന് തൂക്കണം എണ്ണ. തൂത്തിട്ട് ഇതിന്റെ പുറത്തൊരു 1/2 ഇഞ്ച് കനത്തിൽ അങ്ങോട്ട് പതിച്ചു വെച്ച് കൊടുക്കണം. ഈ അരച്ചത് ഒരു 1/2 ഇഞ്ച് ഈ കനത്തിൽ പതിച്ചു വെക്കണം. എണ്ണയ്ക്ക് പുറത്തോട്ട് പോകരുത്, എണ്ണ തൂക്കുന്നതിന്റെ അകത്തേ നിൽക്കാവൂ അരപ്പം. ഒന്നുമില്ല, അരപ്പോട്ട് അരത്ത് അപ്പോഴേ എടുക്കണം, അരച്ച് വെച്ചേക്കാനും പാടില്ല. ഇതിന് ഒരു ഊത്തലും പോച്ചലൊക്കെ ഉണ്ട്. ഇതിന് നേരെ അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നു. ഒരു 10 മിനിറ്റ് കഴിയുന്നതിനകത്ത് വെച്ചിട്ട് സൂചി കുത്തുന്ന പോലെ കുത്തും അവിടെ. അതിന്റെ പുറത്തൊരു കോട്ടൻ തുണി ഇട്ട് പൊതിഞ്ഞാൽ കെട്ടരുത്.